ഗൈസ്, നമ്മളിന്ന് ഒരു ക്രിസ്ത്യൻ വെഡ്ഡിംഗ് ആണ് കേട്ടോ കൂടാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ മുത്തുട്ടിയുടെ കല്യാണമാണ് കേട്ടോ. അപ്പോൾ ഇത് തലേ ദിവസമാണ്. നമ്മൾ എത്തിയപ്പോൾ ജസ്റ്റ് നേരം വൈകിണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ മധുരവെപ്പ് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അങ്ങനെ അവിടെ എത്തിയപ്പോഴേക്കും എല്ലാവരും ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇവിടെ ഇവൻ ഈ സ്റ്റെപ്പ് വെക്കുന്നത് എന്താ നിങ്ങൾ വിചാരിക്കേണ്ട, അവിടെ സോങ് ഉണ്ടായിരുന്നു കേട്ടോ. ഞാൻ കോപ്പറേറ്റ് ഇഷ്യൂ കാരണം അതൊക്കെ സൈലൻ്റ് ആക്കി മ്യൂട്ടാക്കി ഇട്ടതാണ്. അപ്പോൾ ഇതാ ഇവിടെ പിന്നെ ഫോട്ടോഷൂട്ടും ആടാ Lights went down when you feel lost in your shadow. Don't feel alone, don't scream so loud. We are living in this cruel world. Broken but strong, gotta move on. You're not a bakery of life. Equip my soul, find the real gold. I'll fulfill what I started. റമോനെ ഇതാണ് ഞങ്ങളെ അമ്മ. കാണാൻ സുന്ദരിയും സുമുഖലിയും സുശീലയും, തൊള്ള തുറന്നാൽ കൊളപ്പുള്ളി ലീലയും. ചോറുണ്ടോ നമ്മുടെ ഫാമിലി മെമ്പേഴ്സ് ആയിണോ ആയിണോ ഇവിടെ പിന്നെ പാട്ടും ഡാൻസും ആയിട്ട് അങ്ങനെ പോയിട്ടോ. കുട്ടികളൊക്കെ ഭയങ്കര ഡാൻസിലായിരുന്നു. ഓരൊപ്പം കടത്താ വിജയമ്മേ, ഓരൊപ്പം കടത്താ. അപ്പോൾ നമ്മൾ കല്യാണ വീട്ടിലേക്ക് ചായ കുടിക്കാൻ പോവാണ് കേട്ടോ ഗൈസ്. രാവിലെ തന്നെ ഇന്നലെ ഡ്രസ്സൊക്കെ ഇട്ടു സുന്ദരികളായി.
നമ്മൾ ഇന്നലെ ഇവിടെ ആയിരുന്നു സ്റ്റേ. എന്താണ് പറഞ്ഞ ഒരു മണി പഞ്ചസാര തിന്ന തടി അപ്പത്തിന്റെ എണ്ണം കുറക്കണം കേട്ടോ. അപ്പൊ ഞാൻ ആകെ മെഹന്തി ഗൈസ്. ഞാൻ വരുമ്പോ അങ്ങനെയല്ലേ വരുള്ളൂ ഗൈസ്. ഓർക്കാപ്പുളി ഇമേ ഓർക്കാപ്പുളി. ഇത് ഓർക്കാപ്പുളി, ഇരുമ്പിപ്പുളി. നിങ്ങൾ പറഞ്ഞ ഞരമ്പിപ്പുളിയോ എന്തായിരുന്നു? ഞെരുങ്ങാപ്പുളി. പിന്നെന്താ ഇതിൽ ഈ കുഞ്ഞു സാധനം ഉണ്ടല്ലോ, ഇതിന്റെ പൂവ് നല്ല ടേസ്റ്റാ. ഈ പൂവും കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. പിന്നെ ഈ ഒരു കുഞ്ഞു സാധനം കണ്ടല്ലോ, ഇത് ഞാൻ കഴിച്ചു. ഈ കുഞ്ഞി ആയില്ല ഈ ഒരു കുഞ്ഞിതില്ല, ഈ ഒരു ഇളമ്മ, ഇതാണ് കഴിക്കേണ്ടത്. ഓർക്കപ്പുളി രാവിലെ തന്നെ ഓർക്കാപ്പുളിയാണ്. ഇങ്ങനെ ഉപ്പും മുളകൊക്കെ ഇങ്ങനെ കത്തിപ്പാട്ട് അതുണ്ടെങ്കിൽ ഇപ്പൊ ഞാൻ ഇപ്പൊ കല്യാണം ആയതുകൊണ്ട് ഞാൻ കത്തിപ്പാട്ട് ചെയ്യുന്നു. ഇനി അതിന്റെ മരം കണ്ടിട്ട് ഞാൻ പരിചയപ്പെട്ടു. ഇതാണ് ഓർക്കാപ്പുളി, ഇരുമ്പിപ്പുളി, ഞരമ്പിപ്പുളി. പിന്നെന്താ പേരെന്താ വേറെ? ഞെരുങ്ങാപ്പുളി. നിങ്ങൾ പറയല്ലേ ഞെരുങ്ങാപ്പുളി. രസമുണ്ടല്ലേ. അപ്പൊ നമ്മളിത് കല്യാണത്തിന് വന്നതാണ്. നമ്മളെ മുത്തത്തിന്റെ കല്യാണമാണ്. നമ്മളിവിടെ ഇന്നലെ സ്റ്റേ ചെയ്തു. തലേന്ന് ഇനി നമ്മളിന്ന് കുഴിച്ച് മാറ്റി നമ്മളിന്ന് പള്ളിക്ക് കല്യാണത്തിന് പോകാൻ. നമുക്ക് അത് കാണാൻ അറിയില്ല. മൈക്ക് ബാഗിലായിപ്പോൾ എടുക്കാൻ മറന്നുപോയി. കാരണം ഒരു ന്യൂ വ്ളോഗർ ആയതുകൊണ്ട് ഭയങ്കര മിസ്റ്റേക്കുകളാണ്. എന്താ അപ്പം കുഞ്ഞാമ കാണും കേട്ടോ. നമ്മളിപ്പുള്ളത് നിലമ്പൂരാണ്. നിലമ്പൂരിലാണ് നമ്മൾ ഇന്നിവിടെ കല്യാണം നടന്നത്. ഇവിടെ ചാന വരുന്നതാണ് നമ്മളോട് വില്ലേജ് പറഞ്ഞു. ഇവിടെ എത്തും. പിന്നെ അവിടുന്ന് ആന അങ്ങോട്ട് തിരിച്ചു പിന്നെ അവിടുന്ന് അങ്ങോട്ട് ആന തിരിച്ചു പോകും. അവിടെ ആന വരുള്ളൂ. ഇവിടെ നമ്മളിപ്പോ ഒരു ആട്ടിയമ്പാറ വെള്ളച്ചാട്ടല്ലേ, അതിൻ്റെയൊക്കെ അടുത്താണ് നമ്മൾ ഏകദേശമായിട്ടുള്ളത്. അടുത്തെന്ന് വളരെ അടുത്താണ് കേട്ടോ. അപ്പം അങ്ങനെയൊക്കെയാണ് നമുക്ക്. നിങ്ങൾ ഇന്നലത്തെ ഔട്ട്ഫിറ്റ് ആയിരുന്നു. ഇനി നമ്മൾ വേറെ ഔട്ട്ഫിറ്റാണ്. ഗൈസ്, ഞങ്ങൾ ഇന്നലെ 3 പേരും മെഹന്തി ഇട്ടതാണ് കേട്ടത്. കണ്ടോ? ഇത് നിങ്ങൾക്ക് കണ്ടാൽ ഏകദേശം ഒരുപോലെ തോന്നും. അതെ ഗൈസ്, ഇത് ഒരുപോലെ അച്ച് കൊണ്ടിട്ട മൈലാഞ്ചിയാണ്. കണ്ടോ? ഇങ്ങനെയുണ്ട്. ഞാൻ പിന്നെ ഉള്ളിൽ ഇട്ടിട്ടുണ്ട്. പിന്നെ ഈ കയ്യിൽ ഞാൻ പിന്നെ അങ്ങനെയാണല്ലോ, കുറച്ച് ആർഭാടാണ്. നല്ല രസമല്ല. എൻ്റെ കൈമ മാത്രമാണല്ലോ വെയിലുള്ളൂ. ആ ഇവിടെ നിൽക്കും. അതാ അപ്പം നിങ്ങൾ മറിയുന്നുണ്ട്. ഹായ് ഗായ്സ്, മൈലാഞ്ചിട്ട കൈകൾ എങ്ങനെയുണ്ട്? ഇത് വെറും ഞങ്ങളൊരു സെക്കൻഡുകൾ മാത്രം കൊണ്ടാണ് ഞങ്ങൾ ഈ മൈലാഞ്ചിട്ടത്. അച്ചിടുന്നു, വെക്കുന്നു, ബിഗ് ബി ഇടുന്നു, കഴുകുന്നു. തലേന്ന് ബ്ലോഗ് ഉണ്ട് കേട്ടോ. കല്യാണ തലേന്ന് ചായ കുടിച്ചതിന് ശേഷം പല്ല് തേക്കുന്ന ആ ഒരു ആത്മാർത്ഥത നമ്മൾ കാണാതെ പോകരുത്. ഇതാണ് ജോബിൻ ജോണി. ഭൂലോക അലമ്പും കണ്ടോ? അതിനെ കമ്മലടിച്ചോട്ടെ. കണ്ടോ? കാതിൽ കമ്മലിട്ടൊരു കൂട്ടുകാരൻ എനിക്കും ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞില്ലേ, അതാണ് ഇവൻ. ഇത് വലിയ ആങ്ങള മുത്തിന്റെ. എന്താ കല്യാണത്തിനെ പറ്റി പറയാനുള്ളത്? കല്യാണം അതിഗംഭീരവും ഇതൊക്കെ തന്നെയാണ്. പിന്നെ ഫുഡൊക്കെ എന്താ? ഫുഡിന്റെ അറിയുള്ളൂ. ഇന്നലത്തെ ചോറ് കട്ടുപ്പി ബിരിയാണി അവർക്ക് ഇന്നലെ വെക്കാനേ അറിയില്ല. അത് സത്യത്തിൽ വരാം. ബിരിയാണി അല്ലല്ലോ, കടായി അല്ല. അത് കടായി അല്ല, കടായി വെള്ളം ഒഴിച്ചേ
വേവ് കൂടിയിട്ട് ഇതുപോലെ നിയന്ത്രിച്ചില്ല. ബിരിയാണി നമ്മൾ ഏൽപ്പിക്കാൻ നന്നായതാ. ഇന്നത്തെ ഇനി നോക്കിയിട്ട് റിവ്യൂവിനോട് പൈസ കൊടുത്തു. ഇങ്ങോട്ട് വരെ തിരുമാങ്ങല്ലെങ്കിൽ തിരുമാങ്ങല്. ഞങ്ങള് കുളിച്ചിരുന്നില്ല, കണ്ടിട്ടും വേണ്ട. നമ്മൾ ഇന്നലെ ഇവിടെ ആയിരുന്നു കേട്ടോ കിടന്നുണ്ടായിരുന്നത്. പക്ഷെ കാണിക്കാൻ പറ്റിയിട്ടുണ്ടായില്ല, കാരണം അപ്പോൾ നമ്മൾ ഏകദേശം ഒരുങ്ങിക്കഴിഞ്ഞു. നമുക്ക് കല്യാണത്തിന് കാണാം. അപ്പൊ നമ്മൾ പള്ളിയിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. എടാ അതാണെടാ ഒരു ഫോട്ടോഗ്രാഫർ. അത്ര ബുദ്ധിമുട്ടുണ്ട് അറിയാന്. നമ്മോടൊപ്പം ഈ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനായിട്ട് എത്തിയിരിക്കുന്ന ബഹുമാനപ്പെട്ട ജേക്കബ് അച്ഛനെ ഏറെ സ്നേഹത്തോടെ നമ്മുടെ പരിപാലനത്തിലേക്ക് സ്വാഗതം ചെയ്യാം. നമുക്ക് ഒരുമിച്ച് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യാം. അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യം സ്വർഗ്ഗസ്ഥനായ വിവാഹത്തിലേക്ക് പ്രവേശിക്കാൻ ആഗ്രഹിക്കുന്ന നിങ്ങൾ വിവാഹത്തിന്റെ കൗതാശ സ്വഭാവം മനസ്സിലാക്കിയിട്ടുണ്ടെന്നും ഉത്തരവാദിത്ത ബോധത്തോടും പൂർണ്ണ മനസ്സോടെയുമാണ് വിവാഹത്തിലേക്ക് പ്രവേശിക്കാൻ നിശ്ചയിക്കുന്നുവെന്നും പരസ്യമായി പ്രഖ്യാപിക്കുവാൻ തിരുസഭയ്ക്കിപ്പോൾ അവസരം നൽകുകയാണ്. നിങ്ങളുടെ സമ്മതം ഇപ്പോൾ വ്യക്തമാക്കുക. മിശിഹായുടെ നിയമവും തിരുസഭയുടെ നടപടിയും അനുസരിച്ച് സ്വതന്ത്രമായ മനസ്സോടും പൂർണ്ണമായ സമ്മതത്തോടെ ജോസിനെ ഭാര്യയായി സ്വീകരിക്കാമെന്ന് വാഗ്ദാനം ചെയ്യുന്നു. ജോസ്ന മിശിഹായുടെ നിയമവും തിരുസഭയുടെ നടപടിയും അനുസരിച്ച് സ്വതന്ത്രമായ മനസ്സോടും പൂർണ്ണമായ സമ്മതത്തോടെ ഇവനെ ഭർത്താവായി സ്വീകരിക്കാമെന്ന് വാഗ്ദാനം ചെയ്യുന്നു. നിങ്ങൾ വിവാഹ ഉടമ്പടിക്ക് സാക്ഷ്യം വഹിക്കുന്നുവല്ലോ. നിങ്ങളുടെ വിവാഹ വാഗ്ദാനം സഫലമാക്കുവാൻ സർവശക്തനായ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഗൈസ്, ഇവിടെ നിന്ന് തൊട്ട് എൻ്റെ മൈക്ക് എനിക്ക് ചെറിയൊരു പണി തന്നു കേട്ടോ. എന്താണെന്നറിയില്ല, പെട്ടെന്ന് ഒന്നും കേൾക്കുന്നില്ല. ഞാൻ വീഡിയോ എഡിറ്റ് ചെയ്യുന്ന സമയത്താണ് ആ ഒരു അബദ്ധം പറ്റിയെന്നുള്ളത് ഞാൻ അറിഞ്ഞത് കേട്ടോ. അപ്പോൾ ഞാനിതിൽ എന്താ പറയുന്നത് വെച്ചാൽ, ഞങ്ങളിനി പള്ളിയത്തെ കഴിഞ്ഞ ഓഡിറ്റോറിയത്തിലേക്ക് പോവാണെന്നാണ് കേട്ടോ.
നമ്മൾ കല്യാണത്തിനെ പറ്റി ചെക്കനോട് പെണ്ണോട് ചോദിച്ചപ്പോൾ ചെക്കൻ പറഞ്ഞത് അത് വളരെ നല്ലൊരു ഇതാണ് എന്നാണ് കേട്ടോ. കുറവായി ഉള്ളിൽ പോയി പൈനാപ്പിള് ഞാൻ കുടിച്ചു ആരെ She is the daughter of Mr. Jody Kundan and Mrs. Beena Jody, nursing from Koshi Institute of Nursing from Bangalore. Shortly after, she began her career as a staff nurse at EC Hospital Ernakulam, and this is a brief glimpse of her background. And now coming to our handsome groom, Evans Karyachan. He is the son of Mrs. Karyachan Anuchotil and Mrs. Lizzie's Karyachan. He has a sibling, Anu, and she is married. And her husband's name is Milu, and they have a child, Aiden Joseph Milu. Please light the candle. നമ്മുടെ ചേട്ടൻ ചേച്ചി ഇപ്പോൾ ക്യാൻഡിൽ ലൈറ്റിങ്ങോടിരിക്കുകയാണ്. സോ എല്ലാവരും നിറഞ്ഞ ഒരു കൈകൾ അവർക്ക് കൊടുക്കണം. ഈ ഒരു തിരുനാളെ പോലെ തന്നെ ഏറ്റവും പ്രകാശവും ഹാപ്പിനെസ് ഒക്കെ നിറഞ്ഞ everyone please. Fire went out, lights went down. When you feel lost in your shadow, don't feel alone, don't scream so loud. We are living in this cruel world. Broken but strong, gotta move on. You're not a bakery of ഗൈസ് ചെക്കനും പെണ്ണും അങ്ങോട്ട് പോയേ. അവസാനിപ്പിക്കാം. റോമാൻ നൂറല്ലേ ആ എന്നാ ഓനേതിട്ടാവും. അച്ഛനാക്കല്ലേ മൈക്കും വലിച്ചില്ലേ. അടുത്തതായി കുഞ്ഞിമോന്റെ ഒരു പാട്ട്. എന്താണ്
വീഡിയോ എടുത്തന്നെ ഞാൻ അവിടെ ഇരിക്കണം ഇന്ന ആരും എടുക്കണം ഞാൻ എനിക്ക് പൈസ എന്തറിയോ എനിക്ക് വ്ളോഗ് എടുക്കണോണ്ട് കുഞ്ഞോ എനിക്ക് വ്ളോഗ് എടുക്കണോണ്ട് മുർഷാദേ എനിക്ക് വ്ളോഗ് എടുക്കണോണ്ടേ ചാർജ് നിൽക്കണില്ല എനിക്ക് പവർ ബാങ്ക് നിർബന്ധമാണ് പൈസ കൊയങ്ങിയാണ് വ്ളോഗിലിടാമ ആ അതെ നല്ല സ്നേഹത്തിന്റെ ഭാഷയിൽ ഞങ്ങൾക്ക് അറിയാം അടിപൊളിയുണ്ട് റീനുള്ളിൽ ലിങ്ക് ഇടാം ഗ്രൂപ്പില് അത് സബ്സ്ക്രൈബ് ചെയ്യണേ നെല്ലിക്കച്ചാറ് അല്ലേ ആണ് നല്ല ടേസ്റ്റ് അവിടെ നിന്ന് വണ്ടി വരണ്ടേ നമ്മളൊരു പാർക്കിലും കൂടെ കയറാണ് കേട്ടോ അവിടെ നടപ്പുറം കഴിഞ്ഞിട്ട് ഉള്ളൊരു പാർക്കിലാണ് നമുക്കൊന്ന് പോയി നോക്കാം പാർക്കിലേക്ക് പാർട്ടി വെയറിൽ അണിഞ്ഞു വരുന്ന റീനു 5000 റുപ്യന്റെ ഡ്രസ്സ് ഇട്ട് പാർക്കിലേക്ക് പാർട്ടി വെയർ വാവ് ഓടാ മൂന്നെടുക്കട്ടെ റീനുവിന് എടുത്തരായോ ഇങ്ങനെ എടുക്കണ്ടേ